കൂടി കടക്കുമ്പോൾ പത്തനംതിട്ട കൂടൽപ്പാടത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു. വൈഷ്ണവി, അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലായി. അയൽക്കാരനായ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, പ്രതി പിടിയിലായിട്ടുണ്ട്. എന്തായിരുന്നു ഇങ്ങനെയൊരു കൊലയിലേക്ക് എത്തിച്ച സംഭവം? അഭിലാഷ, ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇത്തരമൊരു ഇരട്ട കൊലപാതകം കൂടൽ പാടത്ത് നടക്കുന്നത്. പാടം പടയണിപ്പാറയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാവുന്നത്. വൈഷ്ണവി, അതുപോലെ തന്നെ വിഷ്ണു എന്നിവരാണ് മരിച്ചത്. അതിൽ ഈ രണ്ടുപേരെയും കൊലപ്പെടുത്തിയ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു പിടിയിലായിട്ടുണ്ട്. ഈ വൈഷ്ണവിയും വിഷ്ണുവും കൊല ചെയ്യപ്പെട്ട വെട്ടുകത്തി കൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഭർത്താവ് ബൈജു കൊലപ്പെടുത്തിയത്. ഇതിന് കാരണമായി പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഇവർ തമ്മിൽ, അതായത് വൈഷ്ണവിയും ഈ കൊല ചെയ്യപ്പെട്ട വിഷ്ണുവും തമ്മിൽ ചില അടുപ്പമുണ്ടായിരുന്നു. ഈ അടുപ്പത്തിന്റെ പേരിലുള്ള സംശയമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വൈഷ്ണവിയും ഈ വിഷ്ണുവും അടുത്തടുത്ത വീടുകളാണ്. ഈ ബൈജു അടക്കമുള്ള ഈ 3 പേരുകളും അടുത്തടുത്ത് താമസിക്കുന്നവരാണ്, അയൽവാസികളാണ്. ഇന്നലെ രാത്രിയും നിരന്തരം ബൈജുവും ഈ വൈഷ്ണവിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്ന, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന പതിവാണ്. ആ വിഷയത്തിനിടയിൽ ഇന്നലെ വൈഷ്ണവി ഓടി വിഷ്ണുവിന്റെ വീട്ടിൽ, തൊട്ടടുത്ത് താമസിക്കുന്ന വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ഓടിക്കേറി. അവിടെ വെച്ചാണ് ബൈജു ഈ വെട്ടുകത്തി കൊണ്ട് ഈ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത്. തടസ്സം പിടിക്കാനെത്തിയ വിഷ്ണുവിനെയും അവിടെ വെച്ച് തന്നെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഏതായാലും രണ്ടുപേരെയും ബൈജു ഈ വിഷ്ണുവിന്റെ വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. അതിനുശേഷം ഈ അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ മരിക്കുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ വിഷ്ണു മരിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ, ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിലുള്ള ചില ബന്ധം, അതൊരു സംശയം എന്നുള്ള രീതിയിലുള്ളതാണ് ഈ കൊലപാതക കാരണമായി പോലീസിന്റെ എഫ്ഐആർ സൂചിപ്പിക്കുന്നത്. അത് സംബന്ധിച്ച് വീട്ടിൽ നിരന്തരം ഈ ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വഴക്കുണ്ടാവുന്ന പതിവാണെന്നും പറയുന്നു. എന്തായാലും ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിശദമായി ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസ് കൃത്യമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഇന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ കഴിയുള്ളൂ. അതിന് പ്രഥമ റിപ്പോർട്ടിൽ എഫ്ഐആർ സൂചിപ്പിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുക. അതിൽ പറയുന്നത് ഈ വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ ചില അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പം സംശയിച്ചാണ്, സുഹൃത്ത് ബന്ധമാണ്. പക്ഷെ അതിൽ ചില ശശിനാരായണൻ, ഇത്തരത്തിൽ ഈ ബൈജുവിന് നേരത്തെയും ഇത്തരത്തിൽ ഈ അയൽവാസിയുമായി വിഷ്ണുവുമായി ഏതെങ്കിലും തരത്തിൽ വാക്കുതർക്കമോ അത്തരം പ്രശ്നങ്ങളോ ഒക്കെ നിലനിന്നിരുന്നോ ഈ ഭാര്യയുമായുള്ള വഴക്ക് എന്നതിനപ്പുറത്ത്? പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ തൊട്ട് അയൽവാസിയാണ്. ഈ മരിച്ച വിഷ്ണു തൊട്ട് ഇവർ താമസിക്കുന്നതിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള അയൽവാസിയാണ് വിഷ്ണു. ഈ വിഷ്ണുവും വൈഷ്ണവിയും തമ്മിൽ ചില അടുപ്പമുണ്ടായിരുന്നു. അത് സുഹൃത്ത് ബന്ധമെന്ന നിലയ്ക്കാണ്. പക്ഷെ ആ സുഹൃത്ത് ബന്ധത്തെ സംശയിച്ച് ഭർത്താവ് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. അതാണ് കൊലപാതക കാരണമായി പറയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിലും ഇവർ വൈഷ്ണവിയും ബൈജുവും തമ്മിൽ പലപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ വഴക്കുണ്ടായി. തൊട്ടടുത്ത് താമസിക്കുന്ന വൈഷ്ണവിന്റെ വീട്ടിലേക്ക് വൈഷ്ണവി രാത്രിയിൽ ഓടിക്കേറി. അവിടെ വെച്ചാണ് ഈ വെട്ടുകത്തി കൊണ്ട് ക്രൂരമായി വൈഷ്ണവിയെ കൊലപ്പെടുത്തുന്നത്. തടസ്സം പിടിക്കാനെത്തിയ വിഷ്ണുവിനെയും സ്പോട്ടിൽ വെച്ച് തന്നെ ബൈജു വെട്ടി കൊലപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഈ ബൈജു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത അയൽവാസികളാണ് പോലീസ് വിവരം അറിയിക്കുകയും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ബൈജുവിനെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. പക്ഷേ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിലുള്ള ആദ്യത്തെ പ്രഥമ റിപ്പോർട്ട്, എഫ്ഐആറിന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള വിവരങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. എന്തായാലും ഇരട്ട കൊലപാതകം രണ്ടുപേരും, അതായത് ഒരു സുഹൃത്തും ഒപ്പം ഈ ബൈജുവിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരത്തിലാണ് നമ്മൾ ഇവർ തമ്മിലുള്ള ചില അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പത്തെ സംശയിച്ചാണ് ഭർത്താവ് ബൈജു ഈ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ പാടത്ത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് ഇവരെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും ആളുകൾ കൃത്യമായി അറിയില്ല. കാരണം ഇവര് മോശമായ ഒരു അഭിപ്രായമൊന്നും ആരും പറയുന്നില്ല. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് വലിയ നാടും ഞെട്ടലാണ്. എന്തായാലും ഇന്നലെ രാത്രി 12 മണിക്കാണ് കണ്ണൂർ പടയണിപ്പാറയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. അഭിലാഷം, ഇന്നും ഇരട്ടക്കൊലപാതകത്തിന്റെ നടുക്കുന്ന വാർത്തയുമായി തന്നെയാണ് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തേണ്ടി വരുന്നത്. അത് പത്തനംതിട്ടയിൽ നിന്നാണ്.